നമസ്കാരം. കണ്ണൂർ യൂണിവേഴ്സിറ്റി 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന്റെ ഭാഗമായി 1ാം വർഷ വിദ്യാർത്ഥികൾക്ക് 2ാം സെമസ്റ്ററിൽ പഠിക്കാനുള്ള C2 കോഴ്സാണ് പ്രവാസവും സാഹിത്യവും എന്നത്. അതിലെ 1ാമത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗമാണ് D. വിനയചന്ദ്രന്റെ വീട്ടിലേക്കുള്ള വഴി എന്ന കവിത. ആ കവിതയെക്കുറിച്ചാണ് നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഈ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. ആദ്യമേ നമുക്ക് D. വിനയചന്ദ്രനെ കുറിച്ചുള്ള ഒരു ചുരുക്കം ചില കാര്യങ്ങൾ കാണാം. അദ്ദേഹം 1946 മെയ് മാസം 16-ാം തീയതി അദ്ദേഹം ജനിച്ചു. അദ്ദേഹം ജനിച്ച സ്ഥലം കൊല്ലം ജില്ലയിലെ കല്ലട എന്ന സ്ഥലത്താണ് അദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹം ഈ മലയാളത്തിലെ ആധുനിക കവികളിലെ പ്രധാനപ്പെട്ട ഒരാളാണ് ഇദ്ദേഹം. അതോടൊപ്പം തന്നെ യാത്രകളെ തീർത്ഥാടനമാക്കിയ കവി എന്നുകൂടെ D. വിനയചന്ദ്രൻ അറിയപ്പെടുന്നുണ്ട്. അതോടൊപ്പം നമുക്കറിയാം മലയാളത്തിലെ കവിതകൾ, പുതുകാല കവിതകളെ ചൊല്ലാൻ വേണ്ടിയിട്ട് ഈണങ്ങൾ അധികം ഇല്ലാത്ത കവിതകളാണ്. പക്ഷെ ഇദ്ദേഹം ചൊല്ലുന്ന കവിതകൾക്ക് മലയാളത്തിൽ ജീവൻ നൽകിയ കവിയാണ് D. വിനയചന്ദ്രൻ. ഇദ്ദേഹം കവിതകൾ രചിച്ചിട്ടുണ്ട്, അതുപോലെ കഥകൾ രചിച്ചിട്ടുണ്ട്, നോവല് തുടങ്ങിയവയെല്ലാം ഇദ്ദേഹത്തിൻ്റെതായുള്ള കൃതികളായിട്ട് ഉണ്ട്. ഇനി നമ്മൾ കവിതയിലേക്ക് പ്രവേശിക്കുകയാണ്. കവിതയിലെ ഓരോരോ ഭാഗങ്ങളായിട്ട് വായിച്ച് അതിനെക്കുറിച്ചുള്ള ചുരുങ്ങിയ വിവരണമാണ് നമ്മൾ നൽകുന്നത്. ആദ്യ ഭാഗം: വീട്ടിലേക്കെന്നു പോകുന്നു, ചോദിക്കുന്നു കൂട്ടുകാർ, കൂട്ടുകിടക്കുന്ന പുസ്തകക്കൂട്ടങ്ങൾ, ഇത്തിരി മുറ്റത്ത് ഞാൻ നട്ടുനൂറ്റ പൂവിട്ട തൈമുല്ല, പടിവാതിലോളം പറന്നു മറയുന്ന കൊച്ചരിപ്രാവ്, കലണ്ടറിൽ ചൂട്ട് കത്തിച്ച് കിടക്കും അവധികൾ. അതായത് വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിനെ കുറിച്ചാണ് കവിയോട് പറയുന്നത്. അതായത് വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ഇദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ആരൊക്കെ? കൂട്ടുകാർ ചോദിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ കൂട്ടുകിടക്കുന്ന പുസ്തകങ്ങൾ, അദ്ദേഹം വായിക്കുന്ന പുസ്തകങ്ങൾ ചോദിക്കുന്നുണ്ട്. പിന്നെ ആ മുറ്റത്ത് നട്ട് വളർത്തി പൂവിട്ട തൈമുല്ലകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ ആ വാതിലിന്റെ അടുത്തൂടെ പറന്നു നടക്കുന്ന കൊച്ചരി പ്രാവുകൾ ചോദിക്കുന്നുണ്ട്. അതുപോലെ കലണ്ടറിലുള്ള അവധി ദിവസങ്ങൾ, കലണ്ടറിൽ ചൂട്ട് കത്തിച്ചും കിടക്കും അവധികൾ, അതായത് ചുമന്ന അക്ഷരത്തിലുള്ള അവധി ദിവസങ്ങൾ, ഇതെല്ലാം ഇദ്ദേഹത്തെ നോക്കി ചോദിക്കുകയാണ്. വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിക്കുകയാണ്. ഉള്ളിലേതോ ഗുഹാശില്പം, നിറയെയും പൂർവ്വലിപികൾ തിരിച്ചു വായിക്കുവാനാകാതെ നിന്നു ചുറ്റുന്ന പ്രണയം, വിഷാദം, വിരഹം, പ്രതീക്ഷ, അനാഥ സങ്കല്പം, മുറിവേറ്റ ദിനം, രാത്രി സന്ധികൾ. ഇദ്ദേഹത്തോട് ഇങ്ങനെ ഈ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്നുള്ള ചോദ്യങ്ങൾ കൂട്ടുകാർ ചോദിക്കുന്നു. പല പല കാര്യങ്ങൾ അദ്ദേഹത്തോട് നോക്കി ചോദിക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടാകുന്ന ചില ചിന്തകളാണ്. അതായത് ഉള്ളിലെ ഒരു ഗുഹാശില്പം പോലെ എങ്ങനെ നിറയുന്ന പൂർവ്വലിപികൾ, പഴയകാല ഓർമ്മകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അതായത് പഴയ പ്രണയം, വിഷാദം, വിരഹം, അതായത് അനാഥൻ എന്നുള്ള ഒരു ചിന്ത, പിന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ മുറിവേറ്റുള്ള ദിനരാത്രങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ, ഇതൊക്കെ ഈ വീട്ടിലേക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ മനസ്സിൽ നിറയുകയാണ്. അതായത് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാലുള്ള ചില അവസ്ഥകൾ, വിഷമങ്ങൾ, വേദനകൾ, അനാഥത്വം തുടങ്ങിയ ചിന്തകളൊക്കെ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് വരികയാണ്. അമ്മയില്ലാത്തവർക്കേതു വീട്, ഇല്ല വീട്, എങ്ങെങ്ങുമേ വീട്, കാട്ടുവഴികൾ, കടത്തിണ്ണകൾ, റെയിൽവേ സ്റ്റേഷൻ, സത്യാഗ്രഹ പന്തൽ, അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്, കുമാരിയിൽ സാഗരസ്നാനം, ഗയയിൽ ബലി, ഹിമവാനിലൂടെ ഏകാന്തയാത്ര, തീരങ്ങളിൽ കണ്ടുമുട്ടുന്നവരൊത്ത് തീനും കുടിയും, തിരികൊളുത്തുന്ന രാഷ്ട്രീയ വിചാരം, അനാഥ ശവങ്ങൾക്ക് കാവലിരിപ്പ്, ദിവാസ്വപ്നം, ആടിയൊടുങ്ങാത്ത വ്യാധി, ഒറ്റവാക്കിൽ വിശുദ്ധമാം പ്രാർത്ഥന, ഉറ്റവരില്ലാത്തവന്റെ ശേഷക്രിയ. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത്, അതായത് ഇദ്ദേഹത്തോട് വീട്ടിലേക്ക് പോകുന്നില്ലെന്ന് ആളുകൾ ചോദിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള വേദനകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനുശേഷം പറയാണ് ഇദ്ദേഹത്തിന്റെ അനാഥത്തെക്കുറിച്ച്. കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ ഭാഗത്ത് നമ്മൾ കണ്ടു. അതായത് പ്രതീക്ഷ, അനാഥ സങ്കല്പം, അതായത് കാത്തിരിക്കാൻ ആരുമില്ലാത്ത ഒരു അനാഥ സങ്കല്പം അദ്ദേഹത്തിന്റെ മനസ്സിൽ, അങ്ങനെ ഒരു വിഷമം കിടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് അദ്ദേഹം പറയാണ്, അതായത് അമ്മയില്ലാത്തവർക്ക്, വീട്ടിൽ കാത്തിരിക്കാൻ അമ്മയില്ലാത്തവർക്ക് വീട് എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചോദ്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ചോദിക്കണം, അമ്മയില്ലാത്തവർക്ക് ഏത് വീട്, അതായത് അമ്മ വീട്ടിൽ കാത്തിരിക്കാനില്ലെങ്കിൽ എന്ത് വീട്, ഇല്ല വീട് പറയണ വീട്, അങ്ങനെയുള്ളവർക്ക് വീടില്ല, എങ്ങുമേ വീട്, അങ്ങനെയുള്ളവർക്ക്, വീട്ടിൽ കാത്തിരിക്കാൻ അമ്മയില്ലാത്തവർക്ക് പ്രത്യേകിച്ചൊരു വീടില്ല, എല്ലായിടവും അവർക്ക് വീട് തന്നെയാണ്. ഏതൊക്കെ? കാട്ടുവഴികൾ, കടത്തിണ്ണകൾ, റെയിൽവേ സ്റ്റേഷൻ, സത്യാഗ്രഹ പന്തൽ, ഇതൊക്കെ ഇവർക്ക്, അമ്മ കാത്തിരിക്കാൻ, വീട്ടിൽ കാത്തിരിക്കാൻ ഇല്ലാത്തവർക്ക് ഈ കാര്യങ്ങളൊക്കെ വീടാണ്. കാട്ടുവഴികൾ വീടാണ്, കടത്തിണ്ണകൾ വീടാണ്, റെയിൽവേ സ്റ്റേഷൻ വീടാണ്, സത്യാഗ്രഹ പന്തൽ വീടാണ്. പിന്നെ അനാഥ ശുശ്രൂഷ, അഭയാർത്ഥികൾക്കൊരു പാട്ട്. ഇനി അവരെന്താ ചെയ്യുന്നത്? വീട്ടിലേക്ക് പോകാനില്ലാത്തത് കൊണ്ട് തന്നെ അനാഥരെ ശുശ്രൂഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും. അതുപോലെ തന്നെ അഭയാർത്ഥികൾക്കൊരു പാട്ട്. കുമാരിയിൽ സാഗരസ്നാനം, ഗയയിൽ ബലി, അതായത് പോകുന്ന ഇങ്ങനെ യാത്രയാണ്. യാത്രക്കിടെ കുമാരിയിൽ, അതായത് നദിയിൽ ഇറങ്ങി കുളിച്ച്, അങ്ങനെ പ്രത്യേകിച്ചൊരു ഇടമില്ല, അന്തി ഉറങ്ങാനോ ഒന്നും പ്രത്യേകിച്ച് ഇടം കണ്ടെത്താതെ തന്നെ ഇങ്ങനെ പോകുന്നു. ഹിമവാനിലൂടെ ഏകാന്ത യാത്ര, തീരങ്ങളിൽ കണ്ടുമുട്ടുന്നവരത്ത് തീരും കുടിയും, അതായത് ഇങ്ങനെ അമ്മ വീട്ടിൽ കാത്തിരിക്കാനില്ലാത്തവർക്ക് പ്രത്യേകിച്ച് വീടില്ല, അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ളവരെങ്ങനെയാണ് ഇങ്ങനെ ഹിമവാനിലൂടെയൊക്കെ ഏകാന്ത യാത്ര നടത്തുന്നു. പിന്നെ ഭക്ഷണം കഴിക്കുന്നത് കണ്ടുമുട്ടുന്നവരെ പരിചയപ്പെട്ട് അവരോടൊത്ത് ഒരുമിച്ചിരുന്ന് തീറ്റയും കുടിയും ഒക്കെ. പിന്നെ തിരികൊളുത്തുന്ന രാഷ്ട്രീയ വിചാരം, അതിനുശേഷം അവരോടൊത്തുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഈ
ചർച്ചകളും കാര്യങ്ങളൊക്കെ. അനാഥ ശവങ്ങൾക്ക് കാവലിരിപ്പ്, അതായത് ഇതേപോലെ അനാഥരായിട്ട് ആരും കാത്തിരിക്കാനില്ലാത്തവർക്ക് വേണ്ടിയിട്ടുള്ള കാവലിരിപ്പ്. ദിവാസ്വപ്നം ആടിയൊടുങ്ങാത്ത വ്യാധി, ഒറ്റവാക്കിൽ വിശുദ്ധമാ പ്രാർത്ഥന, ഉറ്റവരില്ലാത്തവന്റെ ശേഷക്രിയ. ഇങ്ങനെ പ്രത്യേകിച്ച് ആരുമില്ലാതെ ഉള്ള ഒരു യാത്രയാണ് അമ്മയില്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം വീട് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഒരിടം അവർക്ക് പോകാൻ വേണ്ടിയിട്ട് ഇല്ല. അടുത്ത ഭാഗം, വീട്ടിലേക്കെന്നു പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, ഇന്ന് വരും മകനെന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ട അമ്മയിരിക്കുമോ, കണ്ണുനീരെല്ലാം തൊടിയിൽ തുളസിയായി, വന്നുവെന്ന് ആശ്വസിക്കുന്ന പെങ്ങൾ വന്നില്ലാരുമെന്നുറപ്പായ നേരത്ത് ചൊല്ലാൻ പറയുമോ സ്നേഹവിലാപങ്ങൾ, അപ്പുറത്തിപ്പുറത്തുള്ള പെണ്ണുങ്ങൾ വന്നെത്തി നോക്കുമ്പോൾ ഇടയ്ക്കൊരാളിൽ മാത്രം ദൃഷ്ടിയുടക്കി ഇടറി നിന്നിടുമോ, നാടകം, വാർഷികം, വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ്, പൊതുവിശ്രമ സ്ഥലം ഓരോന്നിനും ഓരോ വിധം, കൂട്ടുകാർ വന്ന് നേരം മുഴുക്കാതിരുന്നു പറയുമോ, കാവിലെ കല്ലിൽ വിളക്ക് തെളിയുമ്പോൾ പൂർവികർ വന്ന് കുശലം മൊഴിയുമോ, വീട്ടിലേക്കെന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ, വീടേത് വീടെന്ന് ചൊല്ലിക്കിടാങ്ങളെ ഊട്ടിക്കളിപ്പിച്ച് പാട്ടു പഠിപ്പിച്ചു, അണ്ണനെന്നും തമ്പിയെന്നും അനിയത്തി അമ്മയെന്നും ചേച്ചിയെന്നും വിതയ്ക്കൊരു കൂട്ടെന്നു മുന്നി സമർപ്പിത ചേതസായി, എന്നെന്നും കരുതിയോ അന്യരായി കോണിപ്പടികൾ കയറുന്നു, ഭിന്നമാം പൊയ്മുഖങ്ങൾ പരിഹാസങ്ങൾ, മാന്യമാം ഗർവ് മനം മാറി അന്യോന്യം ഇല്ലാത്ത സ്നേഹനാട്യം, കൂട്ടിനുള്ളിൽ കിടന്നു മരിച്ച കിളി കൂടു നഷ്ടമായി വാനിലലയും കിളിക്കൊഞ്ചൽ. ഈ ഭാഗത്ത് നമ്മൾ കാണുന്നത് വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് ആളുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം ചിന്തിക്കുകയാണ്, വീട്ടിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും അവിടെയുള്ള തന്നെ സ്വീകരിക്കുന്ന അവസ്ഥ എന്നുകൂടെ അദ്ദേഹം ചിന്തിക്കുകയാണ്. അതോടൊപ്പം തന്നെ എന്താണ് വീട് എന്നുകൂടെ ഈ ഭാഗത്ത് പറയാണ്. ഇവിടെ നമുക്ക് നോക്കാം, വീട്ടിലേക്കെന്ന് പോകുന്നു ചോദിക്കുന്ന കൂട്ടുകാർ ചോദിക്കുകയാണ് വീട്ടിലേക്ക് എന്നാണ് പോകുന്നത്. അപ്പൊ അന്നേരം ചിന്തിക്കുകയാണ്, ഇന്ന് വരും മകനെന്ന് പടിപ്പുരത്തിണ്ണയിൽ കണ്ണുനട്ട അമ്മയിരിക്കുമോ, അങ്ങനെ വീട്ടിലേക്ക് പോകുന്നവരെ കാത്ത് ഇങ്ങനെ സ്വന്തം മകൻ ഇന്ന് വരുമായിരിക്കും, കുറെ കാലത്തിന് ശേഷം ഇന്ന് വരുമായിരിക്കും എന്ന് പറഞ്ഞ് പടിപ്പുരത്തണ്ണയിൽ അമ്മ മകനെയും കണ്ണും നട്ട് ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റുമോ എന്ന് അദ്ദേഹം ചിന്തിക്കുകയാണ്. ഇനി വീട്ടിൽ വന്നു കഴിഞ്ഞാൽ തന്നെ വീട്ടിൽ വന്നു എന്ന് അറിഞ്ഞു കഴിയുമ്പം അപ്പുറത്തും ഇപ്പുറത്തുള്ള പെണ്ണുങ്ങളൊക്കെ വന്ന് ധാരാളം എത്തി നോക്കുന്ന സമയത്ത് അതിലുള്ള ഒരാളിൽ മാത്രം എൻ്റെ ദൃഷ്ടി ഉടക്കി ഇടറി നിന്നിടുമോ, അതായത് ഒരാളെ മാത്രം ഞാൻ ശ്രദ്ധാകേന്ദ്രമായിട്ട് നോക്കിയിരിക്കാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതോടൊപ്പം തന്നെ കൂട്ടുകാർ വന്ന് പലവിധ പിരിവുകൾ വീട്ടിലേക്ക് എത്തിക്കഴിയുമ്പോൾ, കാലങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് ഒരു പ്രവാസി തിരിച്ചെത്തി കഴിയുമ്പോൾ ഉള്ള ഒരു അവസ്ഥയാണ്. അതായത് നാടകം, വാർഷികം, വായനശാലയ്ക്ക് കൂടുതൽ ഗ്രാൻഡ് കൊടുക്കാൻ, പൊതുവിശ്രമ സ്ഥലം പണിയാൻ, ഇങ്ങനെ ഓരോന്നിനും ഓരോ വിധമുള്ള ആവശ്യങ്ങൾ പറഞ്ഞ് കൂട്ടുകാർ വന്ന് ഇങ്ങനെ പിരിവുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് തൻ്റെ നേരം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുമോ എന്നും ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അതോടൊപ്പം നാട്ടിൽ വന്നു കഴിഞ്ഞാൽ കാവിൽ പോയിരിക്കുമ്പോൾ അവിടെ കാവിലെ കല്ലിൽ വിളക്ക് വെച്ച് കഴിയുമ്പോൾ തൻ്റെ പൂർവികർ വന്ന് പഴയകാല സുഹൃതങ്ങളും പഴയകാല കാര്യങ്ങളും ഒക്കെ തൻ്റെ അടുക്കൽ വന്ന് തൻ്റെ കുശലങ്ങളൊക്കെ അന്വേഷിക്കാൻ സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. പിന്നെ ചോദിക്കുകയാണ് വീട്ടിലേക്ക് എന്ന് പോകുന്നു ചോദിക്കുന്നു കൂട്ടുകാർ പിന്നെ ചോദിക്കുകയാണ് വീട്ടിലേക്ക് എപ്പോഴാണ് പോകുന്നത്. അപ്പൊ ഇദ്ദേഹം ചിന്തിക്കുകയാണ്, വീടേത് വീടെന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ഇദ്ദേഹം ചിന്തിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് തുടർന്ന് പറയുന്നത്. ഇനി വീടെന്ന് പറഞ്ഞ് കുട്ടികളെ ഭക്ഷണമൊക്കെ ഊട്ടി പഠിപ്പിച്ചിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെയാണ് വീടെന്ന് പറഞ്ഞ് കുട്ടികളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഓരോ തലമുറയിൽ വരുന്നവരും പിന്നീട് വരുന്ന തലമുറയെ ഇങ്ങനെ വീട് എന്താണ് എന്നുള്ള ഒരു വീടിനെ കുറിച്ചൊരു സങ്കല്പം പഠിപ്പിച്ച് വെക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ പറയാണ്. അതായത് അണ്ണൻ തമ്പിയെന്നും അനിയത്തിയെന്നും അമ്മയെന്നും ചേച്ചിയെന്നും വിതയ്ക്കരി കൂട്ടുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വീടിനെ കുറിച്ചുള്ള ചില സങ്കല്പങ്ങൾ പറയണം. അതായത് വീടാവുമ്പോൾ അവിടെ ചേട്ടനുണ്ട്, അനിയനുണ്ട്, അനിയത്തിയുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുണ്ട്, ഇങ്ങനെ വേദനയിൽ കൂട്ടു നിൽക്കുന്ന ആളുകളാണ് വീട്ടിലുള്ളവരെന്നൊക്കെ പറഞ്ഞ് വീടിനെ കുറിച്ചുള്ള സങ്കല്പങ്ങൾ കുട്ടികളുടെ മനസ്സിലേക്ക് ഇതാണ് വീടെന്ന് പറഞ്ഞ് ഇങ്ങനെയുള്ള സങ്കല്പങ്ങൾ കുത്തി നിറച്ചു കൊടുക്കുകയാണ്. ഇനി വീട്ടിലെത്തിക്കഴിഞ്ഞാലോ, വീട്ടിലെത്തുമ്പോൾ നമ്മളുടെ സങ്കല്പം എന്താണ്, വീടിനെ കുറിച്ച് നമുക്ക് കിട്ടിയ സങ്കല്പം ഇതാണ്, നമുക്കെല്ലാം സ്വന്തമെന്ന്. പക്ഷെ എൻ്റെ എന്ന് അതായത് എനിക്ക് സ്വന്തം എന്ന് കരുതിയ വീട്ടിലുള്ള ആളുകളൊക്കെ അങ്ങനെ കരുതിയവരൊക്കെ നമ്മൾ വീട്ടിൽ ചെന്ന് കഴിയുമ്പോഴേക്കും ഒരു അന്യരെ പോലെ കോണിപ്പടികൾ കയറുന്നു. അതായത് നമ്മളോട് അധികം അടുക്കാതെ മാറി നിൽക്കുകയാണ്. അങ്ങനെ നമ്മൾ ഒറ്റപ്പെട്ട ഒരവസ്ഥ വീട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി ഇപ്പോൾ വീട്ടിൽ ചെന്നാലുള്ള അവസ്ഥ എന്താണ്, ഇങ്ങനെ എല്ലാവരും അന്യരായിട്ട് കരുതുന്നു. പക്ഷെ സ്നേഹത്തെക്കുറിച്ചുള്ള നാട്യങ്ങളുണ്ട്. അതായത് സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന രീതിയിൽ നാട്യങ്ങളിലൂടെ എല്ലാവരും പെരുമാറണം. പക്ഷെ ആരുടെയും ഉള്ളിൽ സ്നേഹമില്ല. എല്ലാവരും സ്നേഹിക്കുന്നു എന്ന് കാണിക്കുന്ന നാട്യങ്ങൾ മാത്രമാണ് വീടുകളിൽ ഇപ്പം ഉള്ളത് എന്ന് അദ്ദേഹം പറയുകയാണ്. ഇനി അടുത്ത ഭാഗം, വീട്ടിലേക്കെന്ന് പോകുന്നു വിഭവങ്ങൾ വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങുന്നു, നാട്ടിലെ കൂട്ടുകാരാരൊക്കെ, വീട്ടിലേക്ക് കൊച്ചു സഞ്ചിയിൽ കൊള്ളുന്ന നാട്ടിലെ വിത്തുകൾ, സങ്കടപ്പാട്ടുകൾ, ഓർത്തോർത്തു ദുഃഖം നിലാവായി വിരിയുന്ന നാട്ടിലെ പ്രേമ കഥകളിരുട്ടത്ത്, കൂട്ടിനായി ചുട്ടുകത്തിക്കും പ്രതിജ്ഞകൾ, ഇക്കൊച്ചു മക്കളും പൂഴിയും പൂക്കളും പച്ചില കുമ്പിളും മേഘനിശ്വാസവും, എൻ്റെയെന്നുള്ളോരലിവ് മഘാതത്തിൽ എൻ്റെയെന്നില്ല എന്ന നിർവേദ ദീപ്തിയും,
കാടാറു മാസമേ നാടാറു മാസമേ നാടും നഗരവും വീടും ചുടലയും എൻ്റെ കളിപ്പാങ്കുളം ഞാനിടും കല്ല് മുങ്ങിയെടുപ്പത് സൂര്യനോ ചന്ദ്രനോ ചന്ദ്രൻ ഉറങ്ങിയ രാവിലെ പൂക്കളോ സന്ധ്യയ്ക്ക് പാടുന്ന ഭ്രാന്തൻ കിനാക്കളോ കുന്നിലെ പൂക്കൾ ഇറക്കുവാൻ പോകുന്നോരുണ്ണിക്കിടാവോ പുഴക്കടവിൽ വീണ് തന്നെ മറന്നുമയങ്ങും പ്രവാസിയോ. ഈ ഭാഗത്ത് ചോദിക്കുന്നത്, അതായത് വീട്ടിലേക്ക് പോകുന്നുണ്ടോ എന്ന് കൂട്ടുകാർ പിന്നെയും ചോദിക്കുകയാണ്. അതിനുശേഷം ചോദിക്കുകയാണ് വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് വാങ്ങുന്നതെന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ മറ്റുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇവിടെ ചോദിക്കുകയാണ് വീട്ടിലേക്ക് എന്ന് പോകുന്നു, എന്നാണ് വീട്ടിലേക്ക് പോകുന്നതെന്ന് ചോദിക്കുകയാണ്. ഇനി വിഭവങ്ങൾ വീട്ടിലേക്ക് എന്തൊക്കെ വാങ്ങുന്നു, വീട്ടിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ വിഭവങ്ങളാണ് വാങ്ങുന്നത്, നാട്ടിലെ ആരൊക്കെയാണ് താങ്കളുടെ നാട്ടിലെ സ്വന്തമായിട്ടുള്ള കൂട്ടുകാർ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു. അന്നേരം പറയാണ് വീട്ടിലേക്ക് കൊച്ചു സഞ്ചിയിൽ കൊള്ളുന്ന നാട്ടിലെ വിത്തുകൾ, സങ്കടപ്പാട്ടുകൾ, ഓർത്തോർത്തൊരു ദുഃഖ നിലവായി വിരുന്ന നാട്ടിലെ പ്രേമകഥകൾ എന്നൊക്കെ പറഞ്ഞു പോവുകയാണ്. അതായത് പോകുന്ന സമയത്ത് ഈ സഞ്ചിയിൽ കൊള്ളുന്ന സങ്കടപ്പാട്ടുകൾ, അതായത് എൻ്റെ സങ്കടത്തിന്റെ പാട്ടുകൾ മാത്രമേ നാട്ടിലേക്ക് വാങ്ങിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എനിക്കുള്ളൂ എന്ന് പറയുകയാണ്. ഇനി നാട്ടിൽ ചെന്ന കൂട്ടുകാരെന്നൊക്കെ പറയുന്നത് പൂഴിയും പൂക്കളും പച്ചിലക്കുമ്പിളും മേഘങ്ങളും ഇതൊക്കെയാണ്. അതായത് ആ നാട്ടിലെ പുഴത്തീരത്തുള്ള പൂഴി, പിന്നെ പൂക്കള്, പച്ചിലകള്, മേഘനിശ്വാസം, മേഘങ്ങള് ഇതൊക്കെയാണ് കൂട്ടായിട്ടുള്ളതെന്നും ഇദ്ദേഹം പറയാണ്. ഇനി ഇദ്ദേഹം ഒരു പ്രവാസിയാണ്, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എങ്ങനെയാണ് കാടാറു മാസമേ നാടാറു മാസമേ എന്ന് വെച്ചാല് നാട്ടിൽ കുറച്ച് നാള്, പിന്നീട് പ്രവാസിയായിട്ട് വേറെ സ്ഥലത്ത് കുറച്ച് നാള്, അങ്ങനെയാണ് ജീവിതം. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് സ്വന്തമായിട്ട് അവിടെ നാട്ടിൽ ആരുമില്ല എന്നുള്ള കാര്യം കൂടി ഇവിടെ ഇദ്ദേഹം പറയാതെ പറഞ്ഞു. ഇനി അടുത്ത ഭാഗം, വീട്ടിൽ നിന്നോ വരുന്നത് പെട്ടിയിൽ നാട്ടുവിഭവങ്ങൾ എന്തൊക്കെ കൂട്ടുകാർക്കുള്ള സമ്മാനങ്ങൾ, പെട്ടിയിൽ ഊരിലെ പഞ്ഞം, ഉദയഗിരിയിലെ കുന്നിമണികൾ, വിഫലമായി പോയ സമരങ്ങൾ തൻ വീരഗാഥകൾ, കൂട്ടിപ്പിരിഞ്ഞ ദിനങ്ങളിൽ പോയിട്ട് വാടിയ പൂക്കൾ തൻ നാലഞ്ചിതളുകൾ, ഓരോ നിറത്തിലും 5-6 തൂവൽ, ഗംഗയിൽ നിന്ന് ഞാൻ മുങ്ങിയെടുത്ത 108 ശിലകൾ, പിന്നെ അമ്മൂമ്മ ഉണ്ണിക്ക് നൽകിയ സന്ധ്യാനാമം, പിന്നെ അപ്പൂപ്പൻ ഓഹരിയായി തന്ന രാമായണം കിളിപ്പാട്ട്, പിന്നെ അമ്മ പണ്ട് ഉണ്ണിക്ക് നൽകിയ വെള്ളിക്കുലുസും വിശ്വാസവും പ്രാർത്ഥനാമന്ത്രവും. ഈ ഭാഗത്ത് ചോദിക്കുന്നത്, വീട്ടിൽ നിന്നാണോ വരുന്നത് എന്ന് ചോദിച്ച ശേഷം പെട്ടിയിൽ നാട്ടുവിഭവങ്ങൾ എന്തൊക്കെ, അതായത് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഈ പെട്ടിയിൽ എന്താണ് സ്വന്തം നാട്ടിലെ വിഭവങ്ങളായിട്ട് കൊണ്ടുവരുന്നത്. അതോടൊപ്പം ചോദിക്കുകയാണ് എന്തൊക്കെയാണ് കൂട്ടുകാർക്കുള്ള വിഭവങ്ങൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യങ്ങൾ ചോദിക്കുകയും അതിനുള്ള ഉത്തരങ്ങൾ പറയുകയാണ്. അതായത് പെട്ടിയിൽ എന്തൊക്കെയാണ്, ഊരിലെ പഞ്ഞം, അതായത് സ്വന്തം നാട്ടിൽ നമുക്കറിയാം ഒരു പ്രവാസി സ്വന്തം നാട്ടിലെത്തുമ്പം ആ നാട്ടിലെ ഇല്ലായ്മകളെ കുറിച്ചുള്ള പറച്ചിലുകളായിരിക്കും പ്രവാസിയുടെ മുമ്പിൽ ആളുകളെല്ലാം നിർത്തുക. അപ്പൊ അങ്ങനെ നാട്ടിലെ ഊരിലെ പഞ്ഞം ആണ് ഏറ്റവും പ്രധാനമായിട്ട് പെട്ടിയിലുള്ളത് എന്ന് പറയുകയാണ്. പിന്നെ അതുപോലെ തന്നെ വിഫലമായി പോയ സമരങ്ങൾ തൻ വീരഗാഥ, നാട്ടിലൊക്കെ പ്രത്യേകിച്ച് വിജയങ്ങളൊക്കെ നേടാതെ പോയ ചില സമരങ്ങളുടെ വീരഗാഥകൾ, ആളുകൾ പറഞ്ഞ ചില വീരഗാഥകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇതിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവിടെയുള്ള വാടിയ പൂക്കൾ തൻ 4-5 ഇതളുകൾ ഇതൊക്കെയുണ്ട്. പിന്നെ ഗംഗയിൽ ഞാൻ മുങ്ങിയെടുത്ത 108 ശിലകളുണ്ട്. പിന്നെ അതോടൊപ്പം തന്നെ അമ്മൂമ്മ ഉണ്ണിക്ക് തനിക്ക് നൽകിയ സന്ധ്യാനാമങ്ങൾ അത് തനിക്ക് സ്വന്തമായിട്ടുണ്ട്. പിന്നെ അപ്പൂപ്പൻ ഓഹരിയായിട്ട് തന്ന രാമായണ കിളിപ്പാട്ട്, എഴുത്തച്ഛൻ്റെ രാമായണ കിളിപ്പാട്ട് കയ്യിലുണ്ട്. പിന്നെ പണ്ട് അമ്മ എനിക്ക് നൽകിയ വെള്ളിക്കൊലുസും പിന്നെ വിശ്വാസവും പ്രാർത്ഥനാ മന്ത്രവും. ഇത്ര മാത്രമേ എനിക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ കയ്യിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എൻ്റെ ഈ പെട്ടിയിൽ ഉള്ളൂ എന്ന് ഈ ഭാഗത്ത് പറയാണ്. അവസാനം കവിത അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണ്, വീട്ടിലേക്കല്ലോ വിളിക്കുന്നു തുമ്പയും കാട്ടുകിളിയും കടത്ത് വള്ളങ്ങളും, വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. അതായത് വീട്ടിലേക്കുള്ള വിളിയെക്കുറിച്ചും വീട്ടിൽ നിന്നുള്ള ഇറങ്ങി നടത്തത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കവിത അവസാനിപ്പിക്കുന്നത്. അതായത് വീട്ടിലേക്കല്ലോ വിളിക്കുന്നു, അതായത് എന്തൊക്കെയാണ്, തുമ്പ, കാട്ടുകിളികള്, കടത്തുവള്ളങ്ങൾ, ഇങ്ങനെയുള്ള ഓർമ്മകളൊക്കെ അറിയാതെ നമ്മളെ വീട്ടിലേക്ക്, സ്വന്തം നാട്ടിലേക്ക് മാടി വിളിക്കുകയാണ്. പക്ഷേ എന്താ ചെയ്യുന്നത്, ഒരു പ്രവാസിയായിട്ട് വീട്ടിൽ നിന്നല്ലോ ഇറങ്ങി നടക്കുന്നു തോറ്റവും ചിങ്ങനിലാവും കരച്ചിലും. അതായത് ഇതെല്ലാം, തോറ്റം, ചിങ്ങനിലാവ്, ഈ നാട്ടിലുള്ള കരച്ചിലുകൾ ഇതെല്ലാം പിന്നിലിട്ടുകൊണ്ട് പ്രവാസിയായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങി നടക്കുന്ന കാര്യത്തെക്കുറിച്ചും പറഞ്ഞുകൊണ്ട് ഡി വിനയചന്ദ്രൻ ഈ കവിത അവസാനിപ്പിക്കുകയാണ്. ഈ കവിത എല്ലാവരും നന്നായിട്ട് വായിക്കുക. അതോടൊപ്പം തന്നെ വായിക്കുന്ന സമയത്ത് ഇപ്പോൾ ഞാനിവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് എൻ്റെതായ ചിന്തയും വ്യാഖ്യാനങ്ങളുമാണ്. നിങ്ങൾ ഓരോരുത്തരും വായിക്കുമ്പോൾ നിങ്ങളുടേതായ വ്യാഖ്യാനങ്ങളും ചിന്തകളും കിട്ടും. അതുകൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് വെച്ച് ഈ ക്ലാസ് കേൾക്കുകയും ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു. നന്ദി, നമസ്കാരം.